The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. തുടർ ഭരണം ലഭിക്കുമെന്ന CPMന്റെ ധാരണ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമെന്ന് KPCC മുൻ പ്രസിഡന്റ് K മുരളീധരൻ. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കോട്ട മൈതാനത്ത് നടത്തിയ കലം കമഴ്ത്തി സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിഷേധാത്മകമായ നയത്തിനെതിരെ ദുരിതമനുഭവിക്കുന്ന കർഷകർക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കാലിയായ കലം കമഴ്ത്തിക്കൊണ്ട് കോൺഗ്രസ് പ്രതിഷേധിക്കുന്നു. തുടർ ഭരണം ലഭിക്കുമെന്ന CPMന്റെ ധാരണ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമെന്ന് KPCC മുൻ പ്രസിഡന്റ് K മുരളീധരൻ. കർഷകർക്കായി നിരവധി സമര പോരാട്ടങ്ങളാണ് UDFും കോൺഗ്രസും നടത്തിയത്. എന്നാൽ ഇതൊന്നും മുഖവിലക്കെടുക്കാൻ സർക്കാർ തയ്യാറായില്ല. കേരളത്തിലെ പല ഭാഗത്തും കർഷകർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മലയോര മേഖലകളിൽ കൃഷി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായ സാഹചര്യമാണ് കർഷകർ നേരിടുന്നത്. എന്നാൽ വന്യജീവി നിയമം ഭേദഗതി ചെയ്യണമെന്നാണ് കർഷകരുടെ ആവശ്യം. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കോട്ട മൈതാനത്ത് നടത്തിയ കലം കമഴ്ത്തി സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദിവസങ്ങളോളമായി സമരം നടത്തുന്ന ആശാവർക്കർമാരെ അധിക്ഷേപിക്കാനാണ് സർക്കാരും CPM നേതാക്കളും ശ്രമിക്കുന്നത്. ആശാവർക്കർമാരുടെ സമരം എത്രയും വേഗം പരിഹരിക്കണം. ബ്രൂവറിയെ നാടുകടത്തും. കിഫ്ബി റോഡിനു വേണ്ടി പണിതീർത്ത ടോൾ ബൂത്തുകൾ ജനങ്ങൾ അടിച്ചു തകർക്കും. അതിനൊപ്പം UDF ഒറ്റക്കെട്ടായി ഉണ്ടാവുമെന്നും K മുരളീധരൻ കൂട്ടിച്ചേർത്തു. DCC പ്രസിഡന്റ് M തങ്കപ്പൻ അധ്യക്ഷനായിരുന്നു. AP അനിൽകുമാർ MLA മുഖ്യ പ്രഭാഷണം നടത്തി. ഈ വനനിയമം ഭേദഗതി ചെയ്യണം, വന്യജീവി നിയമം ഭേദഗതി ചെയ്യണം എന്ന് കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ 1972 എന്തുകൊണ്ടാണ് അന്ന് വന്യജീവി നിയമം ഭേദഗതി ചെയ്യാൻ കാരണം? അന്ന് വന്യമൃഗങ്ങൾക്ക് വംശനാശം സംഭവിക്കുന്ന കാലമാണ്. ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായിട്ടും സിംഹങ്ങളുടെ എണ്ണം ഇല്ലാതായി, കടുവകളുടെ എണ്ണം കുറഞ്ഞു. അങ്ങനെ വന്യജീവികളുടെ എണ്ണം കുറയുകയും വന്യമൃഗങ്ങൾ അന്ന് വേട്ടയാടപ്പെടുകയും ചെയ്തപ്പോൾ 72 സാഹചര്യത്തിലാണ് അന്നത്തെ കോൺഗ്രസ് ഗവൺമെൻറ് ആ നിയമം ഭേദഗതി ചെയ്തത്. ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വന്യമൃഗങ്ങൾ പെറ്റുവരിക. അന്ന് വംശനാശം സംഭവിക്കുന്ന കാലത്ത് ഒരു നിയമം കൊണ്ടുവന്നെങ്കിൽ കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് എത്രയോ തവണ നമ്മുടെ ഭരണഘടന പോലും ഭേദഗതി ചെയ്തിട്ടുണ്ട്. ആ സ്ഥാനത്ത് എന്തുകൊണ്ട് കേന്ദ്രം അങ്ങനെ ചെയ്യുന്നില്ല? നമ്മൾ ചോദിക്കാനുള്ളത്, എന്തുകൊണ്ട് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ഓൾ പാർട്ടി ഡെലിഗേഷൻ എന്തുകൊണ്ട് പ്രധാനമന്ത്രിയെ കാണാൻ ശ്രമിക്കുന്നില്ല?